അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ഒരു പ്രേക്ഷകയെ കൂടെ നമ്മൾ കണ്ടെത്തി. പേരെന്താ? ലൂസി. എവിടെ താമസിക്കുന്നേ? കുന്നുകുഴി. ഇതിനിടയ്ക്ക് എന്തോ ഒരു അപകടമൊക്കെ നടന്നെന്ന് പറഞ്ഞു. ഒരു പയ്യൻ ബൈക്ക് ഇടിച്ചു, സീബ്ര ലൈനിൽ നിന്ന് തന്നെ ഇടിച്ച് തെറിപ്പിച്ചു. അപ്പം തെറിപ്പിച്ചു. അങ്ങനെ എൻ്റെ കാല് ചതഞ്ഞു പോയി. വാരിയലിൽ വലതുവശം 4 പൊട്ടി, ഇടതുവശം 1, തല ഇങ്ങനെ നെടുകെ പിളർന്നു പോയി. അപ്പോൾ കിംസിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തിട്ടിരുന്നു. 6 ദിവസം ഒബ്സർവേഷനിലിട്ടിരുന്നു. മരിച്ചു പോകുമെന്ന് വിചാരിച്ചു. എനിക്ക് അടക്കത്തിനുള്ളതെല്ലാം റെഡിയായി. പക്ഷേ അടക്കാനുള്ളതൊക്കെ റെഡിയായി, എല്ലാം റെഡിയായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇത് രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ ഡോക്ടർ, എനിക്കത് മറക്കാൻ പറ്റത്തില്ല. എൻ്റെ മകനെ പോലെ അമ്മയെ ഞാൻ തള്ളി കൊണ്ടുപോയി അങ്ങ് എല്ലാം ചെയ്തു. കാലെല്ലാം ഓപ്പറേഷൻ ചെയ്തു. 2 കമ്പി 7 ആണി എല്ലാം ഇട്ടു. പിന്നെ ഈ തലയുടെ ഇത് ഡോക്ടർ കൈവച്ചില്ല, അർജുൻ ഡോക്ടർ കൈവച്ചില്ല. അപ്പോൾ ഇത് മരുന്ന് മെഡിസിനാക്കി. അങ്ങനെ 1.25 വർഷം മെഡിസിനായി, അത് ഒട്ടി. പിന്നെ ഇത് വാര്യലിൻ്റെ അർജുൻ ഡോക്ടറിൻ്റെ പേഷ്യൻ്റാണ്. അപ്പോൾ ഇപ്പം അത് മാത്രം ചെക്കപ്പ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് കഴിയുന്നു. ഈ പയ്യന് ഏത് കക്ഷി? വല്ല വൈരാഗ്യം വല്ലതും ഉണ്ടായിരുന്നു അവന് ചെയ്യാൻ? ഒന്നുമില്ല. അവൻ ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ നിന്ന് കളിച്ചിട്ട് ബൈക്ക് എടുത്തിട്ട് 2 മാസമേ ആയുള്ളൂ. അപ്പൊ ലൈസൻസ് ഒക്കെ ഉള്ളവനായിരുന്നു? അല്ല, അത് നമ്മൾ അറിഞ്ഞില്ല, ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ആണ്. പിന്നെ കാണാനൊക്കെ വന്നോ, അന്വേഷിച്ചൊക്കെ വന്നോ? ഇല്ല, വന്നില്ല. സ്പീഡിന് വന്നതാ. വണ്ടി നിർത്തിയില്ലേ? അപ്പോ നിർത്തിയില്ല, എല്ലാരും നിൽക്കുകയാണ്. എന്നെ തെറിപ്പിച്ച തെറിയിലാണ് നിർത്തിയത്. അങ്ങനെയാണ് നിർത്തിയത്. പിന്നെ കൊണ്ടുപോയല്ലോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എൻക്വയറി ഒക്കെ. എത്ര ദിവസം ആശുപത്രി കിടന്നു? ആശുപത്രിയിൽ കോവിഡ് ആയതുകൊണ്ട് സാറ് എന്നെ അവർ കൊണ്ടുപോകുന്നാണ്. അപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്നു. വീട്ടിൽ 2 ആഴ്ചയോട് എന്താ കൊണ്ടുവന്നു. പക്ഷെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ പോകുമായിരുന്നു, എന്നും പോകുമായിരുന്നു. അങ്ങനെ നല്ല. പറഞ്ഞില്ല? ലൂസി. നേരത്തെ പറഞ്ഞായിരുന്നല്ലേ? ഞാൻ പറഞ്ഞു നേരത്തെ. കുറച്ചു കാലമായിട്ട് TV നിൽക്കുന്ന പൊട്ടനാ. സാറ് എല്ലാ ദിവസവും നടക്കാൻ വരുമായിരുന്നേ, ഞങ്ങൾ കാണുമായിരുന്നു. അപ്പോൾ സാറിനെ കാണാനില്ല. അപ്പം നമ്മൾ തമ്മിൽ കാണുമ്പോഴത്തേക്ക് ഞാൻ സാറിനെ മനസ്സിലോർക്കും. എത്രയോ പേർക്ക് അത് പ്രയോജനപ്പെടുന്നു അല്ലേ? ആ വയസ്സായവർക്ക് വേണ്ടിയുള്ള ഇത് ഇന്നലെ സതീഷ് മറ്റേ ചീഫ് മിനിസ്റ്ററും പറഞ്ഞു വയോജനങ്ങൾക്ക് വേണ്ടിയുള്ളത് ഞാൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു സന്തോഷം അതെല്ലാം കേൾക്കുമ്പോൾ. അപ്പോൾ ഞാൻ സാറിനെ കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം. വളരെ സന്തോഷം. താങ്ക് യു. അപ്പോൾ നമ്മൾ കാണും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മുടെ 24 പ്രേക്ഷകർ. അവർ ഈ 24 സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നു എന്നറിയുമ്പോൾ നമുക്ക് സന്തോഷം. നമ്മൾ ചെയ്യുന്നൊരു പ്രോഗ്രാമൊക്കെ അവരുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ തന്നെ പതിക്കുന്നു എന്നറിയുമ്പോൾ, പ്രത്യേകിച്ച് അവർക്ക് നമ്മൾ പറയുന്ന പല കാര്യങ്ങളോടും പൊരുത്തപ്പെടാൻ കഴിയുന്നു എന്നുള്ളതും ചെറിയ കാര്യമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.